സജിത ആർ ശങ്കറിൻ്റെ പെയിൻറ്റിങ്സ് ആൻഡ് ഡ്രോയിങ്സ് 1993-95 എന്ന ചിത്രപ്രദർശന കാറ്റലോഗിൻ്റെ കവർ ചിത്രം കലാകാരിയുടെ കേരള ചരിത്രത്തിൽ ഒരു പുതിയ അടയാളമിടുകയായിരുന്നു. തനിക്കായി ഒരു കലാകാരി ജീവിതം ചിന്തിച്ചുറപ്പിച്ചവളുടേതായിരുന്നു ആ കവർ ചിത്രം. നോക്കുന്നവരിൽ നിന്ന് ഏതാണ്ട് പുറംതിരിഞ്ഞു നിന്ന് കുർത്തയും ജീൻസുമിട്ട ഒരു സ്ത്രീ ചിത്രം വരയ്ക്കുകയാണ്. ഈസിലിൽ ഉറപ്പിച്ച ക്യാൻവാസിൽ അവർ വരച്ച സ്ത്രീ പുരുഷരുടെ വികാരവിക്ഷുബ്ധമായ ഒട്ടിയ മുഖങ്ങൾ കാണാം. പിൻകവർ ആ മുറിയുടെ മൂലയിൽ കിടന്നുറങ്ങുന്ന കൊച്ചു പെൺകുട്ടിയെ കാണിക്കുന്നു. അത് സജിതയുടെ മകൾ ശില്പിയാണെന്ന് പരിചയമുള്ളവർക്കറിയാം. പക്ഷേ ഈ പുസ്തകം തുറന്നു പിടിച്ചാൽ മാത്രമേ ഇത് ഒരേ മുഹൂർത്തത്തിൻ്റെ ഫോട്ടോഗ്രാഫാണല്ലോ എന്ന് തോന്നൂ. അപ്പോൾ ഒരു സ്ത്രീയുടെ യഥാർത്ഥ ജീവിത ചുറ്റുപാടിൽ നിന്നും ഒരു ചിത്രകാരിയുടെ ബിംബം ഉണ്ടായി വരുന്നത് കാണും. മാത്രമല്ല, ചിത്രകാരിയുടേത് മാതൃത്വത്തിൻ്റെയും സ്ത്രീത്വത്തിൻ്റെയും പതിവ് സൂചകങ്ങൾ ഉപയോഗിച്ചുള്ള പ്രതിനിധാനങ്ങളല്ലെന്നും മനസ്സിലാവും. ചിത്രകാരിയുടെ സ്റ്റുഡിയോ എന്നത് അന്ന് സമൂഹത്തിൽ അപൂർവമാകാമെങ്കിലും അത് ഒരു അസ്വാഭാവികതയല്ലെന്ന് ആ കവർ ചിത്രം പ്രഖ്യാപിക്കുന്നുണ്ടായിരുന്നു. ചിത്രകാരിയുടെ സ്റ്റുഡിയോ ഉണ്ടാവുക എന്നത് ദുഷ്കരമാകുന്നത് പല കാരണങ്ങളാലാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ വാഗ്മേധാവിത്വ സമൂഹത്തിലെ ഗാർഹസ്ഥ്യത്തിൽ എഴുത്തുമേശയും ധാരാളം സമയവും ഉണ്ടായിരുന്ന എഴുത്തുപുരുഷരെ പോലെയല്ല കലാകാരന്മാർ ഈ നാടും വീടും വിടുകയായിരുന്നു. കലയുടെ സ്റ്റുഡിയോ ആകട്ടെ സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്ന സുഹൃത്തുക്കൾക്കും കലാസൃഷ്ടി വാങ്ങുന്നവർക്കും ലോകത്തിൻ്റെ മറ്റിടങ്ങളിലേക്ക് യാത്രയ്ക്കും താമസത്തിനും ക്ഷണിക്കുന്നവർക്കുമൊക്കെ ഒരുപോലെ കയറി വരാനും ഇറങ്ങിപ്പോകാനും സാധിക്കുന്ന ഇടമാണ്. അങ്ങനെ ഒന്നിന് പൂർണ്ണമായും ഗാർഹികമോ പൊതുവോ ആയ സ്വഭാവമല്ല. പക്ഷേ ഒരു ഗൃഹസ്ഥയ്ക്ക് വ്യവസ്ഥാത്മകമായ ഒന്നിൽ നിന്നും വേർപെടാൻ സ്വാഭാവികമായിട്ടുള്ള അവകാശമില്ല. ഇടങ്ങളുടെ വ്യവസ്ഥാപരമായ കണിശതകളോടുള്ള ഒരു വിരക്തി യഥാർത്ഥത്തിൽ കലാകാരിയുടെ വംശാവലിയിൽ തന്നെ രൂപം കൊണ്ടിട്ടുണ്ട്. മനുഷ്യരും പ്രകൃതിയും ഇടകലരുന്ന പൊതുവായ ആവാസസ്ഥാനമാണ് പത്മിനി ഭാവന ചെയ്തതെന്നോർക്കാം. പക്ഷേ യാഥാർത്ഥ്യം ദൂരെയായിരുന്നു. അതിനെ അഭിമുഖീകരിച്ചപ്പോഴാണ് പിന്നീട് ചിത്രകാരിയുടെ സ്റ്റുഡിയോ എന്നത് ദുഷ്കരമെങ്കിലും സാധ്യമാകാൻ തുടങ്ങിയത്. മാത്രവുമല്ല, ആധുനികാർത്ഥത്തിലുള്ള ചിത്രരചന ചിന്തയുടെ തികച്ചും ഭൗതികമായ ഒരു വിപുലീകരണമാണ്. ഒരു ചിത്രം വരയ്ക്കപ്പെടും എന്നുപോലും ഉറപ്പില്ലാതെ അതിനായുള്ള പേപ്പറിലോ ക്യാൻവാസിലോ സ്വയം വിട്ടുകൊടുക്കണം. ഒരു വ്യവസ്ഥയില്ലാത്ത പരീക്ഷണമാണത്. അത് നടത്താൻ ഇടം വേണം, സമയം വേണം. സ്വന്തമായി ഇടവും സമയവും തന്നെയാണ് സ്ത്രീക്ക് വ്യവസ്ഥാപരമായി നിഷേധിക്കപ്പെട്ടിരുന്നത്. എന്നിരിക്കലും മുഖ്യമായി 2 കാര്യങ്ങളാണ് 20-ാം നൂറ്റാണ്ടിൽ കലാകാരിയെ സാധ്യമാക്കിയത്. സ്വാതന്ത്ര്യമെന്ന ആശയം സർവപ്രധാനമായി കഴിഞ്ഞ ലോകത്ത് സ്ത്രീ എന്ന നിലയ്ക്കുള്ള വിചിത്രമായ നിലനിൽപ്പ്, സ്ത്രീകൾ അപൂർവമായി നേടിയ കലാപഠനത്തിലുള്ള അവസരങ്ങൾ, ഇവ രണ്ടുമാണവ. സ്വതന്ത്ര ഇന്ത്യയിലെ ആധുനിക കലാപഠന ക്രമങ്ങൾക്ക് പൊതുവെ ഉണ്ടായിരുന്നത് തീവ്ര വ്യക്തിനിഷ്ഠമായ താല്പര്യങ്ങളാണ്. എന്നിട്ടും വ്യക്തിയെന്നും സമൂഹമെന്നും വേർതിരിക്കാനാകാത്ത ഭാവനാത്മകമായ ഒരു ജൈവ ആവാസ വ്യവസ്ഥയിലാണ് മദ്രാസ് സ്കൂൾ പരിശീലനം പത്മിനിയെ എത്തിച്ചത് എന്നോർക്കാം. പക്ഷെ അതിന് മറ്റുള്ളവരിലൂടെ ചരിത്രപരമായ തുടർച്ച ലഭിക്കാവുന്നൊരു സാഹചര്യവും കേരളത്തിൽ അക്കാലത്തൊന്നും ഇല്ലായിരുന്നു. എന്നാൽ 1987 തിരുവനന്തപുരം കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ നിന്ന് പെയിൻറ്റിങ് പഠിച്ചിറങ്ങിയ സജിതയുടെ കലാഭാഷ 90കളിൽ തന്നെ ഒരു ഉൾക്കാഴ്ചയുള്ള ആർട്ടിസ്റ്റിൻ്റേതെന്ന് തിരിച്ചറിയപ്പെട്ടു. അത് വ്യക്തിജീവിതത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്ന മറ്റൊരു കാലഘട്ടത്തിൻ്റെ സ്ത്രീയുടെ അടയാളം ഇടാൻ തുടങ്ങി. ആ കാലത്ത് പലരെയും പോലെ യൂറോപ്യൻ എക്സ്പ്രഷനിസ്റ്റ് ആധുനിക ചിത്രകലയുടെ പ്രചോദനങ്ങളാണ് സജിതയുടെയും കലാപഠന കാലത്തെ മുന്നോട്ടെടുത്തത്. പക്ഷേ സ്ത്രീ എന്ന നിലയ്ക്കുള്ള ആന്തരിക പാഠം മൗലികമായി സജിതയിൽ ബലപ്പെട്ടു വന്നു. അത് പത്മിനിയിലും സജിതയിലും പ്രവർത്തിച്ചത് വിഭിന്ന രീതിയിലാണ്. സജിത സ്വന്തം ഇച്ഛാശക്തിയെ പാതി വളർന്ന അവയവം പോലെ നിർത്തിയില്ല. സ്വന്തം വ്യക്തിപരത പഠനകാലത്ത് തന്നെ വ്യക്തമാക്കാൻ തുടങ്ങി. യഥാർത്ഥ ജീവിതത്തിൽ സങ്കോചത്തോടെ മാത്രം വളരുന്ന പെണ്ണുടലിനെ മാറ്റിപ്പണിയാനുള്ള വലിയ സാധ്യതകളിലേക്ക് സജിതയെ നയിച്ചത് സംഘർഷങ്ങളെ അവഗണിക്കാതെ
തൻ്റെ ജീവിതാന്തരീക്ഷങ്ങളോട് നിരന്തരം കലഹിച്ച വ്യക്തിജീവിതമാണ്. കോളേജ് പഠനം കഴിഞ്ഞയുടൻ സഹജീവനം പ്രതീക്ഷിച്ച് താൻ വിവാഹം ചെയ്ത കലാകാരനായ ഭർത്താവിൻ്റെയും കലാപ്രവർത്തനം പുരുഷന്മാർക്ക് മാത്രമായി സംവരണം ചെയ്തു വെച്ച അദ്ദേഹത്തിൻ്റെ മധ്യവർഗ തമിഴ് വീട്ടകത്തിൻ്റെയും ചൊൽപ്പടിക്ക് സജിത നിന്നില്ല. അദ്ദേഹവുമൊത്തു തന്നെ മദ്രാസിലെ ചോളമണ്ഡൽ കലാകാര ഗ്രാമത്തിൽ അവർ എത്തി. 1989 അന്നത്തെ ഇന്ത്യയിൽ സമാനതകളില്ലാത്ത ആ കലാഗ്രാമത്തിൽ ധാരാളം കലാകാരന്മാർ കുടുംബമായി താമസിച്ചിരുന്നു. അവിടെ സജിതയും ചിത്രരചനയിൽ ഏർപ്പെട്ടു. ചിത്രങ്ങൾ വാങ്ങി സംരക്ഷിക്കുന്നവരെ പരിചയപ്പെടുകയും ചെയ്തു. വില്യം റിങ്കിൾസെപ്പ് എന്ന ജർമ്മൻ സുഹൃത്ത് സജിതയുടെ ആദ്യകാല വർക്കുകൾ പലതും വാങ്ങി. അദ്ദേഹവും മദ്രാസിലെ അലയൻസ് ഫ്രാഞ്ചൈസും പ്രദർശനത്തിൻ്റെ കാറ്റലോഗ് സ്പോൺസർമാരായി. തൻ്റെ ചിത്രങ്ങളുടെ സാമൂഹിക വിനിമയ മൂല്യം സജിത അങ്ങനെ രുചിക്കാൻ തുടങ്ങി. ഇക്കാലം പക്ഷേ വേറൊരു വിധത്തിൽ അവർക്ക് സംഘർഷഭരിതവുമായിരുന്നു. ലൈംഗികതയും മാതൃത്വവും കലയും ഒരാളെ ആഴമേറിയ വസന്താനുഭവങ്ങളിലെത്തിക്കുമെങ്കിലും വഴക്കമില്ലാത്ത കുടുംബ വ്യവസ്ഥയ്ക്കകത്ത് സ്ത്രീയുടെ നിലനിൽപ്പിനെ അതെല്ലാം പല നിലയിൽ അസ്വസ്ഥമാക്കുന്നു. ശ്രേഷ്ഠപർവ്വതം പോലെ തലയുയർത്തി ഏകാഗ്രമായി നിൽക്കുന്നതും പിച്ചിപ്പറിച്ച് കടലിലെറിയപ്പെടുന്നതും അനുഭൂതികളെല്ലാം ആവാഹിക്കുന്ന തൻ്റെ ഉടൽ തന്നെ എന്ന തിരിച്ചറിവാണ് അസ്വസ്ഥതയുടെ മർമ്മം. അതുകൊണ്ട് സജിതയിലെ കലാകാരി ഉടലിൻ്റെയും കലയുടെയും യോഗാത്മക സമന്വയത്തിന് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു. ലൈംഗികതയുടെയും മാതൃത്വത്തിൻ്റെയും കലയുടെയും അനുഭൂതി സാമഗ്രി ഒന്നാണ്, അത് ഉടലാണ്. അതിൻ്റെ ചലന സ്വാതന്ത്ര്യം തന്നെയാണ് വീട് തുച്ഛമായ അതിൻ്റെ ഔദാര്യങ്ങൾ കൊണ്ട് നിരന്തരം കീഴ്പ്പെടുത്തുന്നതും തടസ്സപ്പെടുത്തുന്നതും. അങ്ങനെ വീടുകളിൽ ശിഥിലമാക്കപ്പെടുന്ന സ്വേച്ഛയാണ് ആക്രമിക്കപ്പെടുന്ന ഉടലായിട്ടും കാണപ്പെടുന്നത്. തകർക്കപ്പെടുന്ന ഉടലിനെ അഥവാ സ്വേച്ഛയെ സജിത ചിത്രരചന കൊണ്ട് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. വുമൺ ആൻഡ് റിയാലിറ്റി എന്ന പേരിലുള്ള സജിതയുടെ 1996 മദ്രാസിലെ പ്രദർശനം ഒരർത്ഥത്തിൽ ഒരു ചിത്രകാരി ഒറ്റയ്ക്ക് മുന്നോട്ട് വെച്ച മാനിഫെസ്റ്റോ ആണ്. വീടിനോടും സമൂഹത്തോടും കലഹിക്കുന്ന സ്ത്രീയുടെ ഭാഷ അതതിൽ വ്യക്തമായിരുന്നു. എന്നാൽ ചിത്രകലയിലൂടെ താൻ ശീലിച്ച സംയമമാണ് അവരുടെ ജീവിതത്തിൻ്റെ ഉപ്പ്. പാശ്ചാത്യ ആധുനിക കലയുടെ സമ്മർദ്ദങ്ങൾ മറ്റൊരു കാലത്ത് പ്രദേശത്ത് ജീവിത സമരം നടത്തുന്ന ഒരു പെണ്ണിൻ്റെ വഴിക്ക് സജിത മനസ്സിലാക്കുകയായിരുന്നു. കടുത്ത വർണ്ണാവിഷ്ടമായ സ്ട്രോക്കുകൾ കൊണ്ടുള്ള നീണ്ട സ്ത്രീരൂപങ്ങളോട് ചേർത്ത് തൻ്റെ ചിറകുകൾ വളരെ സാവകാശത്തിലാണ് വളരുന്നതെന്ന് സജിത കവിത എഴുതി. 90കളിൽ യൂറോപ്പ് ഒരർത്ഥത്തിൽ സജിതയുടെ താൽക്കാലിക അഭയസ്ഥാനമാകുകയായിരുന്നു. ചാൾസ് പാലസ് ട്രസ്റ്റിൻ്റെ അവാർഡ് നേടിയ സജിത ഇംഗ്ലണ്ടിൽ താമസിച്ച് വരയ്ക്കാനുള്ള അവസരം നേടി. മദ്രാസിലെ പ്രദർശനം കണ്ട് സിയാൻ ബോവൻ എന്ന ഇംഗ്ലീഷ് ആർട്ടിസ്റ്റിൻ്റെ പിന്തുണയും അതിനുണ്ടായിരുന്നു. ഇങ്കി റിങ്കിൾസി എന്ന സ്നേഹിത വഴി ജർമ്മനിയിൽ ഏകാംഗ പ്രദർശനത്തിനും ഇതേ സമയം തന്നെ ധാരണയായി. ഈ വിദേശയാത്രകൾ കുടുംബ ബന്ധത്തെ ഉലച്ചെങ്കിലും തൻ്റെ ജീവിതത്തെ സംബന്ധിച്ച വ്യക്തത വരുത്താനുള്ളൊരു സമയമായിട്ട് സജിത ഇതിനെയൊക്കെ പരിഗണിച്ചു. തീക്ഷ്ണമായ വർണ്ണബന്ധങ്ങൾ കൊണ്ട് താൻ വരയ്ക്കുന്നൊരു ചിത്രം തന്നിൽ നിന്ന് ഭിന്നമായ ഒരു ഭൗതിക വസ്തുവായിരിക്കെ തന്നെ അത് ഉണ്മയെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുന്നെങ്കിൽ സജിത പറയും, "The presence of the artist in that work is ever present." ചിത്രത്തിൽ സർവ്വവ്യാപിയാകുന്നതിനാൽ വരയ്ക്കുന്ന തൻ്റെ ഉടൽ തന്നെയാണ് വരയ്ക്കപ്പെടുന്ന ചിത്രവും എന്ന യോഗാത്മകത ആദ്യ പ്രദർശനത്തിൽ തന്നെ പ്രതിഫലിച്ചിരുന്നു. അതൊരു അതിഭൗതിക ദാർശനിക ഭാവനയായിരിക്കാം, പക്ഷേ അത് ഒരു കലാകാരിയെ നിലനിർത്തിയ യാഥാർത്ഥ്യവുമായിരുന്നു. വൈരുദ്ധ്യങ്ങൾ മൂലം നാശത്തിലേക്ക് പതിക്കാതെ നിലനിൽപ്പിനെ ജീവനോടെ കലക്കിയെടുക്കുന്ന ഒരു യോഗാത്മക ദ്രവ്യം പെയിൻറ്റിങ്ങിൽ സജിത കണ്ടെത്തി. നാശം പുരുഷാധിപത്യത്തിൻ്റെ വഴിയാണെന്നും. 90കളിൽ സജിതയുടെ ചിത്രങ്ങൾ ഉണ്മയെക്കുറിച്ച് ഉയർത്തിയ ചോദ്യങ്ങൾ അതിഭൗതികമൊന്നുമല്ല. അവ വളരെ വ്യക്തമായ സാഹചര്യങ്ങളിൽ നിന്നും ഉയരുന്നവയായിരുന്നു. കേരള സമൂഹത്തിൻ്റെ ധാർമ്മിക മൂല്യത്തിന് മുന്നിൽ ഇന്നും ചോദ്യങ്ങൾ ഉയർത്തുന്ന സൂര്യനെല്ലിയിലെ ബലാത്സംഗ വാർത്തകൾ
സജിത പത്രങ്ങളിലൂടെ അറിഞ്ഞത് ജർമ്മനിയിൽ നിന്നും തിരികെ എത്തിയപ്പോഴാണ്. ഈ വാർത്തകൾ ഓർത്ത് തൻ്റേതു മാത്രമല്ലാത്ത കാരണത്തിന് പല ദിനരാത്രങ്ങൾ ഉണ്ണാനും ഉറങ്ങാനും കഴിയാതിരിക്കുന്ന രാഷ്ട്രീയ പെണ്ണുങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടാകാൻ തുടങ്ങിയതും ഒരർത്ഥത്തിൽ സൂര്യനെല്ലിക്കേസോടെയാണ്. 2 വർഷത്തിനുള്ളിൽ, അതായത് 1998ഓടെ സജിതയുടെ ഡാർക്ക്നെസ് അറ്റ് നൂൺ എന്നൊരു സീരീസ് അങ്ങനെ ഉണ്ടായതാണ്. പിന്നീട് ഇങ്ങോട്ട് ബലാത്സംഗം ചെയ്യപ്പെട്ട പെണ്ണുങ്ങൾ ഓരോരോ ദേശപ്പേരുകളുമായി കൂട്ടിച്ചേർത്ത പ്രമാദ രാഷ്ട്രീയ കഥകളായി മാറുന്ന ഒരു കാലമാണ് ഉണ്ടായത്. സജിതയുടെ പെയിൻറ്റിങ്ങുകൾ കാഴ്ചക്കാരെ പാതി പറഞ്ഞ കഥകളിൽ കൗതുകം പൂണ്ട നോട്ടക്കാരാക്കുന്നു എന്ന് ഇംഗേർ ഇംഗിൽസിക്ക് തോന്നിയത് അതുകൊണ്ടാകാം. സ്ത്രീനീതിയെക്കുറിച്ചുള്ള നിരന്തര ചർച്ചകളിൽ പോലുമുള്ള വയലൻസിൻ്റെ അദൃശ്യമായ സ്വകാര്യ നാടകങ്ങൾ തന്നെയാണ് ഏറെക്കാലം സജിതയുടെ വർക്കിൽ തെളിഞ്ഞത്. അമ്മയെ ചവിട്ടി കിണറ്റിലേക്ക് എന്നൊരു ചിത്രത്തിൽ അമ്മയ്ക്ക് ചിറകുമുളയ്ക്കുന്നുണ്ട്. കണ്ണുകൾ കൊണ്ട് തല നിറഞ്ഞ മനുഷ്യരുണ്ട് സജിതയുടെ ചിത്രങ്ങളിൽ. ജർമ്മനിയിലെ ഊബർഹോസനിൽ ഇതൊക്കെ പ്രദർശിപ്പിച്ചു. പ്രശസ്തനായ ഫെമിനിസ്റ്റ് പ്രിന്റ് മേക്കർ HD ഗോൾസൺ ലൂയിസ്റ്റർ എന്ന കലാകാരനാണ് ആ പ്രദർശനങ്ങളുടെ സംഘാടകൻ. ഓസ്കർ എന്നാണ് അദ്ദേഹത്തിൻ്റെ വിളിപ്പേര്. കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി EK നായനാർ ജർമ്മനി സന്ദർശിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ വുഡ്കട്ട് പ്രിൻ്റുകൾ 18 കോപ്പി ചെയ്ത് സമ്മാനിച്ച ആളാണ് ഈ ഓസ്കർ. അന്നത്തെ ജർമ്മൻ കാണികൾ സജിതയുടെ ചിത്രങ്ങൾ കണ്ട് കാറ്റെ കോൾവിറ്റ്സിനെ ഓർത്തു. ജർമ്മനിയിലെ തൊഴിലാളി വർഗ മനുഷ്യരിൽ ദാരിദ്ര്യവും യുദ്ധവും വിശപ്പും സൃഷ്ടിച്ച ദൈന്യതയുമായി ഒരു കാലത്ത് അത്യന്തം താതാത്മ്യപ്പെട്ട ചിത്രകാരിയാണ് കോൾവിറ്റ്സ്. അതുപോലെ കരുത്തുറ്റ സ്ട്രോക്കുകൾ കൊണ്ട് ആധുനിക ഇന്ത്യൻ പെണ്ണവസ്ഥയിലെ വൈരുദ്ധ്യങ്ങളുമായി താതാത്മ്യപ്പെട്ട വിധത്തിലായിരുന്നു സജിതയും അവർ പ്രദർശിപ്പിച്ച ചിത്രങ്ങളും അവിടെ കാണപ്പെട്ടത്. തനിക്കും സ്ത്രീ എന്ന നിലയിൽ ലോകത്തെ മനുഷ്യർക്കും വിമോചിതമാകണം എന്ന ആഗ്രഹമാണ് അവയിലെ കാവ്യാത്മകതയെന്നും പ്രകൃതിയാലുള്ള സ്വച്ഛതയിൽ കഴിയാൻ കൊതിക്കുന്ന ഒരുവളെ അതിനുള്ളിൽ ആർക്കും പെട്ടെന്ന് കണ്ടെടുക്കാമെന്നും ഓസ്കർ പ്രദർശന സംഘാടനക്കുറിപ്പെഴുതി. പക്ഷേ നീ ആര്, പിക്കാസോയോ ഷഗാലോ, നീ അത്രയ്ക്ക് മഹതിയോ എന്ന ചോദ്യം അക്കാലത്ത് സജിതയുടെ സ്വകാര്യ ലോകത്തെമ്പാടും പ്രതിധ്വനിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും യൂറോപ്പിലേക്കുള്ള ഓരോ യാത്രയും ജീവിതവും സജിതയെ ഏറെ ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിയാക്കി. ഫെലോഷിപ്പുകളും സമ്മാനങ്ങളും ചിത്രങ്ങളുടെ വിൽപ്പനയും വഴി സാമ്പത്തിക സ്വയം പര്യാപ്തതയും ഉണ്ടായി. വിഭജിതമായ ജീവിതാന്തരീക്ഷങ്ങളെ ഇണക്കിയെടുക്കാനുള്ള ഭാഷ പുരുഷാധിപത്യപരമായ ചിന്തയിൽ നിന്ന് തന്നെ സജിത കണ്ടെടുത്തു. ഭീകരമായ വെട്ടിത്തിരുത്തലുകളും ഘനമാനങ്ങളും കടുത്ത വരകളും ആകമാനം പടർന്നു കിടക്കുന്ന ചിത്രങ്ങളാണ് സജിതയുടേത്. എൻ്റെ ഉടൽ ചോദ്യങ്ങൾ ഉയർത്താൻ തയ്യാറായിരിക്കുന്നു. അത് കുത്തിയൊലിച്ച് പായാൻ തയ്യാറാണ്. എൻ്റെ ദുഃഖത്തിൽ കാണികളില്ലാത്ത ഒരു അഭിനേതാവ്. എങ്കിലും ഈ ഇരുട്ടിൽ എൻ്റെ ഉള്ളം നൃത്തമാടുന്നു. മ്ലാനത അരിച്ചു നീക്കപ്പെടുന്നു. ഞാൻ സ്ത്രീയാണ്. സജിതയുടെ ചിത്രങ്ങളുടെ ക്യൂറേറ്റർ ഉമാ നായർ ഇങ്ങനെ എഴുതി: നിശ്ചയമായും ഒരു ചിത്രകാരി ഉയർത്തുന്നത് അത്ര പ്രകടനാത്മകമല്ലാത്ത ധ്വനിസമ്പന്നമായ സ്ത്രൈണ ഭാഷയാകണം എന്ന് കരുതിയവരുണ്ട്. സജിതയുടെ കടുത്ത ഭാഷ പുരുഷൻ്റേതാണെന്നും കൃത്രിമമാണെന്നും വിമർശിച്ചവരുമുണ്ട്. പക്ഷേ കൂസലേതുമില്ലാതെ 2000കളിൽ അവർ നടുനായികാ രൂപങ്ങളിലേക്ക്, ആർക്കിടൈപ്സ് സീരീസിലേക്ക് കടന്നിരുന്നു. സ്വകാര്യമല്ല പിന്നെ ചിത്രങ്ങളിലെ ജീവിത നാടകം. ആധുനിക സ്ത്രീ അവരുടെ മനുഷ്യരൂപങ്ങളിലേക്ക് പകർന്നാടുകയാണ്. അതിൽ വ്യവസ്ഥ ഒളിപ്പിച്ചു വെച്ച് സമ്മർദ്ദത്തിലാക്കിയ ലൈംഗികത യഥാർത്ഥത്തിൽ യോനി മുതൽ മൂർധാവ് വരെ സഞ്ചരിക്കുന്ന രക്തച്ചുകപ്പനുഭവമാണെന്ന് സജിത കാണിച്ചു. ഇന്നതിലേക്ക് നോക്കുമ്പോൾ ഗർഭിണിയെ നെടുക കീറിയ ഗുജറാത്ത് വംശഹത്യ ആ ദശകത്തിൻ്റെ ഓർമ്മയാകുന്നു. ആർക്കിടൈപ്പ് സീരീസിലെ നടുനായിക ആകെ പൂത്തവളെങ്കിലും ചിലപ്പോൾ നെടുകെ ഛേദിക്കപ്പെടുന്നവളുമാണ്. മുടി, മുല, മാംസലാകൃതികൾ തുടങ്ങിയ പൊതുവായ സ്ത്രീ സൂചകങ്ങളിൽ നിന്നെല്ലാം അവൾ മുക്തമാണ്. എന്നാൽ പരമമായ പെൺമനുഷ്യാനുഭവം പ്രപഞ്ചത്തോളം വലുതാണെന്നും അത് സൂചിപ്പിക്കുന്നു. വിലക്കുകൾ നിറഞ്ഞ
അകമെന്നും പുറമെന്നും പിളർന്ന ആധുനിക പുരുഷചിന്തയുടെ ഭാഗമായ ഉടൽബോധം ജീവിതത്തിലും കലയിലും സജിത തള്ളിക്കളഞ്ഞു. ആൾട്ടർ ബോഡീസ് എന്ന സീരീസിൽ മനുഷ്യൻ്റെ ഉടലകം ഒരു ജലരൂപകമായി വികസിക്കുന്നു. നദികളും കൈവഴികളുമായി അനേകം സ്രവങ്ങളുടെ ഒഴുക്ക് തുടങ്ങുന്നു. തീക്ഷ്ണ സ്പന്ദനങ്ങളോടെ തുടരുന്നു. മനുഷ്യ ശരീരത്തിൻ്റെ ആന്തരിക ലോകം ജലമേഖലകളായി ചിത്രകലയിലൂടെ വിപുലമാകുന്നു. തൊലിപ്പുറമേ എന്ന രീതിയിൽ കാണാവുന്ന യാതൊന്നും കൊണ്ടല്ല ഈ ഉടൽ കാഴ്ച നിർണയിക്കപ്പെടുന്നത്. അങ്ങനെ ഒരു ചുണ്ടോ താടിക്കുഴിയോ കണ്ടാൽ തന്നെ അവ ഒരു ഉള്ളറയുടെ അമ്ലമേഖലയിലേക്ക് നിമജ്ജനം ചെയ്യുന്നു. മരണത്തിൻ്റെ അന്ധതയും ജീവിതത്തിൻ്റെ ദൃഷ്ടിയും ചേർന്നാണ് അത്തരം ഉടലിൻ്റെ മുഖം കാണിക്കുക. സമൂഹ നിർമ്മിതിയിൽ നീതിയുക്തമായ അവകാശം നേടുന്ന പെണ്ണൂർജം കൊണ്ട് ആണൂറ്റത്തെ ചോദ്യം ചെയ്യുന്നൊരു കാലം ഇന്ന് പല അർത്ഥത്തിലും ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. ആധുനിക കേരളത്തിൻ്റെ സംസ്കാര ചരിത്രത്തിൽ ഈ വഴിയിലുള്ള മുന്നേറ്റത്തിൽ സജിത രൂപപ്പെടുത്തിയ കലാഭാഷ പ്രധാനമാണ്. അത് ഒരൊറ്റ ശ്വാസത്തിൽ തന്നെ ലൈംഗികവും ആത്മീയവുമാകുന്ന പെണ്ണിൻ്റെ ഉടൽബോധം കാണിച്ചു. അതിനായി യൂറോപ്യൻ എക്സ്പ്രഷനിസ്റ്റ് ചരിത്രവുമായി ഒരു ദക്ഷിണേന്ത്യൻ ഭാഷാബന്ധം സ്ഥാപിച്ചു. ദേശബന്ധങ്ങളെ അതിവർത്തിക്കുന്ന ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റിന് മാത്രം കഴിയുന്നതാണത്.